ചെറുതായപ്പോൾ ചുരിദാറുള്ളവരെല്ലാം വേഗം വാ, നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് അല്ലെങ്കിൽ ചുരിദാർ മൊത്തം വണ്ണം കൂട്ടുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് സെൻറ്റർ ബ്രസ്റ്റ് സൈഡിൽ മാത്രം, ബ്രസ്റ്റ് ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് വണ്ണം കൂടണം, കുറച്ചല്ല കൂടുതൽ വേണമെങ്കിലും കൂട്ടാം, ആ രീതിയിൽ എത്ര വേണമെങ്കിലും കൂട്ടാം. എന്നാൽ ബാക്കി ഭാഗമെല്ലാം അതേ അളവ് മതി, നെഞ്ചുവണ്ണം മാത്രം ഒന്ന് കൂട്ടണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഇത് നമുക്ക് മൊത്തം വണ്ണം കൂട്ടാനാണ്. ചെസ്റ്റും ബ്രസ്റ്റും വേസ്റ്റും എല്ലാം വണ്ണം കൂട്ടാനുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സൈഡ് ഓപ്പണിൻ്റെ ഭാഗവും എല്ലാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം. അതുപോലെ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താലേ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ട് കൈയും നമുക്കിനി ഇളക്കിയെടുക്കാം. കൈ രണ്ടും അതുപോലെ ഇളക്കി മാറ്റിയ ശേഷം നമ്മൾ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗം കണ്ട അവിടെ അയൺ ചെയ്തൊരു മടക്കാക്കി വെച്ചിരിക്കുന്നുണ്ട, അവിടെ നമ്മൾ അയൺ ചെയ്യാതെ മാർക്ക് ചെയ്താലും മതി. എന്തായാലും നമുക്ക് സെൻറ്റർ വേണം. ആ സെൻറ്ററിൽ നിന്ന് നമുക്കൊരളവ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഒരു 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടാണ് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. തീരെ ചെറിയ സൈസാണ് ആളെങ്കിൽ നമുക്കിതിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 7, 8, 6, 7, 8 ഇതിലേതെങ്കിലും ഒന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടും 8 ഇഞ്ച് മാർക്ക് ചെയ്താണ് ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് ഇവിടെ വരെ മാത്രമല്ല, അങ്ങ് മുകളറ്റം വരെ നമ്മൾ എവിടെ വരെ ഇവിടുന്ന് 8 ഇഞ്ച് അങ്ങോട്ട് കിട്ടുമോ അത്രയും വരെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വരച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും നമ്മുടെ ടോപ്പ് ഒന്ന് അയൺ ചെയ്തേ പറ്റും. അയൺ ചെയ്തില്ലെങ്കിൽ ഇത് ലൈനിങ് കൂടെയുള്ള ടോപ്പ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പീസ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകല്ലേ, അപ്പം മടങ്ങി കിടന്നിട്ട് പിന്നെ തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് പുതിയൊരു ടോപ്പ് എങ്ങനെയിരിക്കുമോ അത്രയും നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം ഇത്. അതുകൊണ്ട് അയൺ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചുളുക്കുണ്ടായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ എടുക്കണം. പ്ലേറ്റ് ആയാലും മതി, തട്ട് എന്തായാലും മതി. ഈ റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് വരയ്ക്കാനാണ്. ഇതാ നമ്മളെ ഈ അടപ്പ് പകുതി, ഇതിൻ്റെ നേരെ പകുതി ഈ ലൈനിൽ വരത്തക്കവണ്ണം ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നുണ്ട്, തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ഇത് വലിയ സ്കാലപ്പാണ്. കുഞ്ഞു കുഞ്ഞു സ്കാലപ്പാണെങ്കിൽ നമ്മൾ പാടുപെടും. ഇതങ്ങനെയല്ല, വലിയ സ്കാലപ്പാണ്, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതാ ഇവിടെ നമ്മൾ ഈ ലൈനിൻ്റെ അകത്തേക്കാണ് ആ സ്കാലപ്പ്, എന്നാൽ അവിടെ പുറത്തേക്കാണ് ആ സ്കാലപ്പ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തും കൂടെ കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് രണ്ട് വശത്തും കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം തയ്ക്കുന്നതിന് ഇതിൻ്റെ ലൈനിങ് വെച്ച് തന്നെ തച്ച് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പീസ് മാത്രം എടുത്ത് ഇങ്ങനെ ഇട്ടേക്കണം. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഇല്ല, അതുതാ എല്ലാം ബാക്ക് പീസ് ലൈനിങ് എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടേക്കണം.
മെയിൻ പീസ് മാത്രം ഇങ്ങനെ ഇട്ടേക്കും. നമുക്ക് ആ ലൈനിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആദ്യം ആ ബാക്ക് പീസ് ഉണ്ടല്ലോ, ബാക്കിൻ്റെ ലൈനിങ്ങും ഇങ്ങോട്ട് മടക്കി വയ്ക്കും. ബാക്ക് പീസ്, ബാക്കിൻ്റെ ലൈനിങ്, ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്, ഫ്രണ്ട് പീസിൻ്റെ അടിയിലുണ്ടായിരുന്ന ലൈനിങ്ങിനെ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ഷേപ്പിനനുസരിച്ച് രണ്ട് വശവും അങ്ങ് തയ്ച്ചാൽ മതി. ഇങ്ങനെ തയ്ക്കുമ്പം ഈ ഏറ്റവും അടിയറ്റത്ത് അതാ ഈ ഭാഗത്ത് ലൈനിങ് ഇങ്ങറ്റം വരെ ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ഇവിടെ വരെ തയ്ച്ച് നിർത്തിയാൽ മതി. അത് ഇത്രയും ഭാഗം മാത്രം നമുക്ക് പിന്നീട് തയ്ക്കാം. ഈ ഒരു ഷേപ്പില്ലേ, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് തയ്ക്കാം. ഇനി കുറച്ചും കൂടി തയ്ക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടാം. നമ്മൾ ഈ സ്കാലപ്പ് ഇങ്ങനെ തയ്ച്ച് വരുമ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഭംഗി കൂടിയിരിക്കും. അപ്പോൾ അതും കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതേ ഷേപ്പ് തന്നെ ഇങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ എന്താ, ഒരു വശത്ത് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കും. ഇനി അപ്പുറത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെ ഞാൻ തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തച്ചതേ ഉള്ളൂ, കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാ ഇവിടെ ഇതുപോലെ ഇവിടെ തുമ്പ് കട്ട് ചെയ്തിട്ട് തുമ്പ് ഇങ്ങനെ ഒന്ന് വെട്ടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഷേപ്പുകൾ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് ചെയ്യുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിത് പതിച്ച് തയ്ക്കണം. പതിച്ച് തയ്ക്കുമ്പം ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് പതിച്ച് തയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ പതിച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചിടുമ്പം ഈസി ആയിരിക്കും. ഇനി ഈ സൈഡ് തയ്ക്കാം. കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളത് ഇവിടെ പതിച്ചടിക്കാൻ മാത്രമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഒരു ഷേപ്പ് കൊടുത്തല്ല, അത് കൊടുക്കാതെ നമുക്ക് സാധാ സ്കാലപ്പ് മാത്രം കൊടുത്തു പോയത് ഒരു പാടുമില്ല. എല്ലാ ഷേപ്പും തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതും കൂടെ തയ്ക്കാൻ ശ്രമിക്കണം. ഇതിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വെറുതെ ഒരു പീസ് തുണി എടുത്തിട്ട് ഈ ഷേപ്പ് വരച്ചിട്ട് തയ്ക്കാൻ ശ്രമിക്കണം. നമുക്ക് ഏത് ഷേപ്പ് വന്നാലും തയ്ക്കാൻ റെഡി ആയിരിക്കണം. അപ്പോൾ അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്കാലപ്പ് നല്ല രീതിയിൽ നിവർത്തി വെച്ച് നമുക്ക് തയ്ക്കാം. തുടക്കക്കാർ സാധാരണ സ്കാലപ്പ് മാത്രം തയ്ച്ച് പോയാൽ മതി. അപ്പോൾ ശ്രദ്ധിച്ച് തയ്ച്ചാൽ നമുക്ക് ഏത് ഷേപ്പ് നീറ്റായിട്ട് തയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ തയ്ക്കണ്ടേ. ഫ്രണ്ടും ബാക്കും തയ്യൽ തുമ്പ് അതേ ലൈനിങ് കൊണ്ട് തന്നെ തയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫ്രണ്ട് പീസ് തച്ചതിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ബാക്കിൻ്റെ ലൈനിങ്ങും ഇതിൻ്റെ മുകളിൽ ബാക്കിൻ്റെ മെയിൻ പീസ്. ഇനി ഇതിനെ അങ്ങ് അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചങ്ങ് തച്ച് പോയാൽ മതി. അപ്പോൾ ബാക്ക് സൈഡ് നമുക്കിതുപോലെ തയ്ക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് ഇനിയാണ് നമുക്ക് എത്ര വണ്ണം വേണം അതിനനുസരിച്ചുള്ള പീസ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു വ്യത്യാസമില്ലേ, അത് മുമ്പ് ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിരുന്നില്ലേ, അതാ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ വണ്ണം ഇനി എടുക്കേണ്ടത്. അപ്പോൾ ഈ മടക്ക് മുമ്പുണ്ടായിരുന്ന ആ മടക്കിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് രണ്ട് വശത്തോട്ടും വണ്ണം എടുക്കേണ്ടത്. ഈ ഭാഗത്ത് വേണ്ട വണ്ണം 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10.5 ഇഞ്ചും തയ്യൽ തുമ്പുമാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. വേസ്റ്റ് ഭാഗം വരുന്നത് 19 ഇഞ്ചാണ്. സീറ്റ് നമ്മൾ സൈഡ് സ്ലിറ്റ് ഭാഗം 22 ഇഞ്ച്. ഇവിടെ 10.5 ഇഞ്ചും തയ്യൽ തുമ്പും
ഇവിടെ വേണ്ടത് 19 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 9.5 ഇഞ്ചും തയ്യൽ തുമ്പും. സീറ്റ് ഭാഗത്ത് 11 ഇഞ്ച് വേണം. ഇവിടെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടതെന്ന് നോക്കണം. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് അത് ഇവിടെ ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് അവിടെ വെച്ച് തയ്ക്കാം. ഇവിടെ രണ്ട് വശത്തും നമുക്ക് വയ്ക്കേണ്ട പീസ് അത് ഏറ്റവും ചേരുന്നതായിരിക്കണം. ഇതിൻ്റെ ഉപയോഗിക്കാത്ത പാൻറ്റ് ഇപ്പോൾ എല്ലാം റെഗിൻസ് അല്ലേ, അപ്പോൾ പാൻറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്കത് പീസ് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പഴയ ഷോള്, നല്ല വീതിയുള്ള ഷോൾ ഉണ്ടായിരിക്കും പഴയ ടോപ്പുകൾക്ക്, അതെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബിറ്റ് തീരെ ചെറിയ പീസുകൾ വാങ്ങാൻ കിട്ടും, പ്രിൻ്റ് ഉള്ളതും പ്രിൻ്റ് ഇല്ലാത്തതും എല്ലാം. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ പഴയ ഒരു ഷോളാണ് ഇതിനെടുക്കുന്നത്. ഇതിൻ്റെ തന്നെ ഷോളാണത്. ഇത് ഷിഫോണാണ്, പെട്ടെന്ന് നിറം പോകത്തില്ല, ചുരുങ്ങത്തില്ല, ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. അതാണ് നമുക്ക് ഇത്രയും ഉണ്ട്, ടോപ്പിൻ്റെ അത്രയും ഇറക്കം ഉണ്ട് ഇതിന്. നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം എത്ര വേണമെന്ന് നോക്കിയിട്ട് അത് ഇതുപോലെ ഇവിടെ വണ്ണം, ഇത് വേസ്റ്റ് ഭാഗം, ഇത് സീറ്റ്, നമ്മുടെ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുന്ന വണ്ണം, അങ്ങനെ നമുക്ക് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു വശത്തുള്ള പീസിൽ വീതി 1.5 ഇഞ്ച് കുറച്ച് മതി. അറിയാമല്ലോ, സ്കാലപ്പ് തിരിഞ്ഞ് വന്നതുകൊണ്ടാണ്. നിങ്ങൾ വണ്ണം നോക്കുമ്പോൾ സെൻറ്ററിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത്. അപ്പം രണ്ട് വശവും തുല്യമായിട്ടാണുള്ളതെങ്കിൽ രണ്ട് വശം ഒരേപോലെ പീസ് കട്ട് ചെയ്യാം. ഇവിടെ 1.5 ഇഞ്ച് കുറച്ച് ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. നീളമാണ് നമുക്ക് കൂടുതൽ വേണ്ടത്, വീതി വളരെ കുറച്ച് മതി, അതുകൊണ്ട് ഷോൾ ഇതാ ബാക്കിയുണ്ട്. നമ്മൾ ടോപ്പിൽ ഡിസൈൻ മാറിയതനുസരിച്ച് രണ്ട് വശത്തും വീതിയിലും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിലും ആ വീതിയിലും വ്യത്യാസമുണ്ട്. നോക്ക്, ഈ പീസ് കട്ടി കുറവായതുകൊണ്ട് ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്. ചേരുന്ന ലൈനിങ് ഏതാണോ അതെടുക്കുക. ഇത് ബാക്കിയെല്ലാം വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെയും വൈറ്റ് തന്നെയാണ് എടുത്തത്. സൈഡ് സ്ലിറ്റിനാണ് ഈ രണ്ട് വശത്തും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗമാണ്. മെയിൻ പീസിന് ലൈനിങ് കൊണ്ട് തച്ച് തിരിച്ചിട്ട് ഈ വക്കാണ് നമ്മൾ ടോപ്പായിട്ട് ചേർത്ത് തയ്ക്കുന്നത്. ഈ സൈഡ് ഇതുപോലെ വെച്ച് തയ്ക്കാം. ഇത് ടോപ്പിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗമാണ്. അടിഭാഗം മടക്കി അടിച്ചിരുന്നത് അഴിച്ചിട്ട് ഇത് നമ്മൾ വെച്ച് തയ്ക്കൂലേ, ആ സമയത്ത് ഇതിന് ഇവിടം വരെ തച്ച് നമ്മൾ നിർത്തിയിരിക്കുകയായിരുന്നു. മടക്കി ഇങ്ങനെ ആ ഷേപ്പിലങ്ങ് തുടർന്ന് വെച്ചാൽ മതി. അതിനുശേഷം ഇവിടെ ഈ മടക്ക് ഇതും ഒന്നിച്ചാണ് ഇനി താഴ്ഭാഗം മടക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് 26 ഇഞ്ച് വരെ വണ്ണം കിട്ടും. അതുപോലെ നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത്രത്തോളം നമുക്ക് പീസ് കൊടുത്ത് ആവശ്യത്തിനുള്ള അളവിലാക്കാൻ പറ്റും. വെറുതെ ടൈറ്റാക്കി വളരെ വൃത്തികേടായിട്ട് ഇട്ടുകൊണ്ട് പോവേ, അതല്ലെങ്കിൽ ഒട്ടും ഇടാൻ പറ്റാതെ വെക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം ഇതുപോലൊരു ഡിസൈൻ കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്ത് തച്ചതാണെന്ന് അറിയാനേ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്കുഴി മുമ്പ് കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇനി കുറവാണെങ്കിൽ കൂട്ടാൻ പറ്റും. അതിന് കറക്റ്റ് അളവിലുള്ളൊരു സ്ലീവ് കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. കറക്റ്റ് 10 ഇഞ്ച് നമുക്കുണ്ട്. ഇനി നമുക്ക് ഈ കൈ നീളം ചെറുതല്ലേ, കുറച്ച് കൂട്ടാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. അതുപോലെ കമൻറ്റ് ചെയ്യാനുള്ള സമയമുള്ളവർ ഒന്ന് കമൻറ്റ് കൂടി തരണം. കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് പുറത്ത് വരാനുള്ളൊരു എനർജി നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതുമാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.